भारत माता की जय, भारत माता की जय, भारत माता।
ഇവിടെയുള്ള നാട്ടുകാർക്ക് ഒരുപാട് സുപരിചിതമാണ്. വയനാട് തൊട്ട് നമ്മുടെ ഇവിടെ വിലങ്ങാട് വരെ ഉള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്ത് എവിടെ ആൾക്ക് എന്തുണ്ടെങ്കിലും അവിടെ പങ്കെടുക്കുന്ന ഇന്നും ഒരുപാട് പരിപാടികൾ മാറ്റിവെച്ച് ഈ പരിപാടിക്ക് ഭാഗമായി ചേർന്ന കാലിക്കറ്റ് ജംഗ്ഷൻ്റെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു. പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാനും അതേപോലെ തന്നെ എൻ്റെ സംഘടനയായ കാലിക്കറ്റ് ഡിഫൻസും വളരെ സന്തോഷം അറിയിക്കാം. ഒക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ ലഭിച്ചിരിക്കുന്നത്. ഒരു പട്ടാളക്കാരൻ തികച്ചും ഒരു ഈശ്വര വിശ്വാസിയായിരിക്കും. കാരണം പല സാഹചര്യത്തിലും വീടുകാരും നാട്ടുകാരും ആരുമില്ലാത്ത കുടുംബാംഗങ്ങൾ പോലും ഇല്ലാത്ത സമയത്ത് ദൈവത്തെ മാത്രം സാക്ഷി നിർത്തിക്കൊണ്ട് പല ഘട്ടങ്ങളിൽ ഞങ്ങൾ മുന്നേറിയിട്ടുണ്ട്. പല സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. രാജ്യത്തിന്റെ അതിരുകളിലും രാജ്യത്തിന് മകത്വമൊക്കെ നല്ല സേവനം ചെയ്ത് നമ്മുടെ സുഹൃത്ത് സതീശൻ സാർ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം തോന്നുകയാണ്. പിന്നെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ ചടങ്ങിന് ഈ പരിപാടിയിൽ ചേർന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് ഈ ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇത്രയും പേര് കാലിക്കറ്റ് ഡിഫൻസിന്റെ ഇത്രയും സഹോദരന്മാരെ വന്ന് ഞങ്ങളെ അവിടെ നിന്ന് കൂട്ടി ഇവിടെ വരെ എത്തിച്ചതിൽ അവരോട് രീതിയിലാണ് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പിന്നെ അടുത്തത് ഞങ്ങളുടെ നാട്ടുകാര്, എനിക്ക് തോന്നുന്നത് ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ മാന്യത എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരുടെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവരും നമ്മളോടുള്ള സ്നേഹം കാണിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. മണിക്കൂർ ജാഗ്രതയായി നിൽക്കുന്ന നിങ്ങളെ വിശേഷിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. നിങ്ങളുടെ അശ്രാന്ത സേവനത്തിൻ്റെ പ്രതിഫലമാണ് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുകയും നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട അനുജന് റിട്ടയർ ചെയ്ത ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വളരെ കുട്ടിക്കാലത്ത് മുതൽ എനിക്ക് പരിചയവും ബന്ധവുമുള്ള ശ്രീ സതീശൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ വേണ്ടി കഴിയും. കാരണം ഒരു 10-30 വർഷത്തെ പട്ടാളത്തിന് മാതൃകയിൽ ഒരു തൂവലായി സതീശൻ ഇനിയും മുന്നോട്ട് പോകും. നന്നായിട്ട് തുടങ്ങാനുള്ള അവസരവും കൂടി അവൻ്റെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ പ്രവർത്തനത്തിൽ കൂടി തുടരേണ്ടതുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ സതീശന് ചെയ്യാനുണ്ട്. ആ സതീശൻ അങ്ങനെ നാട്ടിന് സമൂഹത്തിന് നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി സാമൂഹ്യ ജീവിതം എന്ന് പറയുന്ന സ്വന്തം കുടുംബത്തിന് മാത്രമല്ല, സമൂഹത്തെ സേവിക്കാനും അതുപോലെ തന്നെ തന്റെ കുടുംബത്തെ ധന്യമാക്കാനുള്ള പ്രവർത്തനം, ആ ധന്യമാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ സതീശൻ അതുപോലെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ സമൂഹത്തോടും ഉള്ള കടപ്പാടുകളും സതീശന് ഓരോ ഘട്ടം മനോട്ടോ